അസ്സലാമു അലൈക്കും. ഈ ഭൂമിയിലേക്ക് ഓരോ പ്രവാചകന്മാരും അള്ളാഹു നിയോഗിച്ചത് ആ സമുദായത്തിലെ ജനങ്ങളെ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും അവർ നിഷേധിച്ചവരും ഉണ്ടാവും, എന്നാൽ അത് സ്വീകരിച്ചവരും ഉണ്ടാവും. എന്നാൽ നിഷേധിച്ചവരെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താന്ന് നോക്കാം. സൂറ അൻ-നംലിലെ 27 അധ്യായത്തിൽ 83 സൂക്തം പറയുന്നത്, ഓരോ സമുദായത്തിൽ നിന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുന്ന ഓരോ സംഘത്തെയും നാം ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവർ നിരത്തപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെ ഓർക്കുക. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവൻ പറയും, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി തികച്ചും മനസ്സിലാക്കാതെ നിങ്ങൾ അവയെ നിഷേധിച്ച് തള്ളുകയാണോ ചെയ്തത്? അതല്ല, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? അവർ അക്രമം പ്രവർത്തിച്ച നിമിത്തം ശിക്ഷയെ പറ്റിയുള്ള വാക്ക് അവരുടെ മേൽ വന്ന് ഭവിച്ചു. അപ്പോൾ അവർ ഉരിയാടുകയില്ല. രാത്രിയെ നാം അവർക്ക് സമാധാനം അടയുന്നതാക്കുന്നു, പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ കണ്ടില്ലേ? വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ഓരോ സമുദായത്തിലും വിശ്വസിക്കാത്ത ആളുകളെ ഓരോ സംഘത്തെ ആയിട്ട് വരിക്ക് നിർത്തുന്നു, അഥവാ അവരെ ഒരുമിച്ച് ക്രമത്തിൽ നിർത്തുന്നു ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഓരോ വിഭാഗത്തെ മാറ്റി മാറ്റി നിർത്തിയിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും, എന്ത്, നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് എന്ന്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളിയത് എന്ന്, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ സൃഷ്ടാവ് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഉത്തരമില്ല. അപ്പൊ അവർ പറയുന്നത് എന്താ, അവരുടെ മേൽ അള്ളാഹിന്റെ ശിക്ഷ വന്നു ചേരുമ്പോൾ അവർ ഉരിയാടുകയില്ല എന്ന്. കാരണം അള്ളാഹു അവർക്ക് കൽപ്പിച്ചു, നിങ്ങൾക്ക് ഇനി നരകാണ്, നിങ്ങൾക്ക് ഇനി എൻ്റെ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇനി സംസാരിക്കാൻ കഴിയൂല എന്ന്, അവർ പിന്നെ ഒന്നും മിണ്ടൂല എന്ന്, കേട്ട് നിൽക്കേണ്ട അവസ്ഥ അല്ലാതെ ഒന്നും പറയാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം ഇനി ഒരു തിരിച്ചുവരവില്ല. ഇവിടെ പറയുന്നത്, ഇത് അവസാനിപ്പിക്കുന്നത്, രാത്രിയെ നാം അവർക്ക് സമാധാനമുള്ളതാക്കുന്നു, പകലിനെ നാം പ്രകാശമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു. സൃഷ്ടാവിന്റെ ആ ഒരു അംശം നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. സൃഷ്ടാവിന്റെ ഒരു അംശമാണ് ഈ പ്രവർത്തികളൊക്കെ നമുക്ക് ചെയ്തു തരുന്നത്. ഇപ്പൊ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാളെ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്.